മാധ്യമപ്രവർത്തകനായ KM ബഷീറിനെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ശ്രീറാം വെങ്കിട്ടരാമൻ കൃഷിമന്ത്രി ടി സിദ്ദിഖിനൊപ്പം വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തതിൽ ശക്തമായ പ്രതിഷേധം. KM ബഷീറിൻ്റെ കൊലയാളിയെ വാർത്താസമ്മേളനത്തിൽ ഒപ്പമിരുത്താൻ കഴിയില്ല, മാധ്യമപ്രവർത്തകർ പറഞ്ഞു. പ്രതിഷേധത്തെ തുടർന്ന് ശ്രീറാം പുറത്തിറങ്ങിപ്പോയി. വിവരങ്ങളുമായി നൃപൻ ചക്രവർത്തി ചേരുന്നു. നൃപൻ, വാർത്താസമ്മേളനത്തിനിടെ മാധ്യമപ്രവർത്തകരുടെ കടുത്ത പ്രതിഷേധം, ഒടുവിൽ ശ്രീറാം വെങ്കിട്ടരാമന് ആ വാർത്താസമ്മേളനത്തിൽ ഇറങ്ങിപ്പോകേണ്ടി വന്നു. മന്ത്രി ടി സിദ്ദിഖിനൊപ്പം എന്തൊക്കെ വിവരങ്ങൾ? തീർച്ചയായും അജിംഷാദ് ഇന്ന് നിയമസഭയുടെ മീഡിയ പറഞ്ഞോളൂ, കേൾക്കാം നൃപൻ. അജിംഷാദ് ഇന്ന് നിയമസഭയുടെ മീഡിയ റൂമിൽ വെച്ചാണ് കൃഷി വകുപ്പ് മന്ത്രിയായിട്ടുള്ള ടി സിദ്ദിഖ് വാർത്താ സമ്മേളനം നടത്തുന്നതിന് വേണ്ടി എത്തിച്ചേർന്നത്. വാർത്താ സമ്മേളനം നടത്തുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന ടി സിദ്ദിഖിനൊപ്പം കൃഷി വകുപ്പ് ഡയറക്ടറായിട്ടുള്ള ശ്രീറാം വെങ്കിട്ടരാമനും വാർത്താ സമ്മേളനത്തിലെത്തി. ഇത് ശ്രദ്ധയിൽപ്പെട്ടോടെ തന്നെ മാധ്യമപ്രവർത്തകർ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. ആദ്യം മന്ത്രി ടി സിദ്ദിഖ് വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമം നടത്തി. ആദ്യം വിഷയം പറയട്ടെ എന്ന് സിദ്ദിഖ് മന്ത്രി ആവർത്തിച്ച് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പക്ഷെ മാധ്യമപ്രവർത്തകർ അപ്പോഴും ശക്തമായ പ്രതിഷേധം തുടർന്നു. ഇത് ശരിയല്ല, ഇത് അങ്ങനെ അത്തരം ഒരാളിനെ തങ്ങൾക്കൊപ്പം പ്രവർത്തിച്ച ഒരു മാധ്യമപ്രവർത്തകനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് മന്ത്രിക്കൊപ്പം ഇരിക്കുന്നത്. അതുകൊണ്ട് വാർത്താ സമ്മേളനത്തിൽ തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു എന്ന് ആവർത്തിച്ച് മാധ്യമപ്രവർത്തകർ പറഞ്ഞു. അങ്ങനെ ഗത്യന്തരമില്ലാതെയാണ് ശ്രീറാം വെങ്കിട്ടരാമൻ ഇറങ്ങിപ്പോയത്. അജിംഷാദ്, അത് പ്രേക്ഷകർക്ക് വേണ്ടി ആ ദൃശ്യങ്ങളൊന്ന് പ്ലേ ചെയ്യുന്നത് നന്നായി. തീർച്ചയായും അതിന്റെ ആംബിയൻസോട് കൂടി അതൊന്ന് പ്ലേ ചെയ്യാം, ആ ഘട്ടങ്ങളൊന്ന് കാണിക്കാം. തീർച്ചയായും ടി സിദ്ദിഖിന്റെ വാർത്താ സമ്മേളനം, മാധ്യമപ്രവർത്തകരുടെ പ്രതിഷേധം, തുടർന്ന് ശ്രീറാം വെങ്കിട്ടരാമൻ അത് ഇറങ്ങിപ്പോകുന്നൊരു സാഹചര്യം, അദ്ദേഹം എന്തോ പറയുന്നുണ്ട്, അതടക്കം ആംബിയൻസ് അപ്പ് ചെയ്താൽ എന്തൊക്കെയാണ് അത് കേൾക്കാം, കാണാം. തീർച്ചയായും നൃപൻ, അതിൻ്റെ വിവരങ്ങൾ പോകാം, ദൃശ്യങ്ങൾ അതിൻ്റെ ശബ്ദത്തിലേക്കൊക്കെ പിന്നീടെത്താം. നൃപൻ, അപ്പോൾ ഈ തുടക്കത്തിൽ തന്നെ മാധ്യമപ്രവർത്തകർ പ്രതിഷേധിച്ചു അല്ലേ? തീർച്ചയായും അത് നമുക്ക് വ്യക്തമായി അടുത്ത ബുള്ളറ്റിനിൽ കാണിക്കാം പ്രേക്ഷകർ. അപ്പോഴേക്കും അത് അവിടെ വെച്ച് മീഡിയ റൂമിൽ എന്താണ് നടന്നത് എന്ന കാര്യം കൂടുതൽ പ്രേക്ഷകർ വ്യക്തമാവും. അതിന്റെ ദൃശ്യങ്ങളോടെയും ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകരുടെ പ്രതിഷേധത്തോടു കൂടിയും ആ പ്രേക്ഷകരെ നമുക്ക് കാണിക്കാനും കേൾപ്പിക്കാനുമാകും. ഇപ്പോൾ അത് സംബന്ധിച്ച് അവിടെ നടന്ന കാര്യങ്ങളെ സംബന്ധിച്ച് വിവരിക്കാം. അവിടെ വാർത്താ സമ്മേളനത്തിൽ ടി സിദ്ദിഖ് ആദ്യം വാർത്താ സമ്മേളനത്തിന് വേണ്ടി എത്തുന്നു. ആ വാർത്താ സമ്മേളനത്തിന് വേണ്ടി എത്തുമ്പോൾ തൊട്ട് പിന്നാലെ ആ വാർത്താ സമ്മേളന വേദിയിലേക്ക് ശ്രീറാം വെങ്കിട്ടരാമൻ, അദ്ദേഹം കൃഷി വകുപ്പിന്റെ ഡയറക്ടറാണ്. കഴിഞ്ഞ നമ്മുടെ കൂടെ പ്രവർത്തിച്ചിരുന്ന തിരുവനന്തപുരത്തൊക്കെ തന്നെ സുപരിചിതനായിട്ടുള്ള എല്ലാവരോടും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ ബഷീർ എന്ന KM ബഷീർ എന്ന മാധ്യമപ്രവർത്തകൻ നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായി അറിയാവുന്ന മാധ്യമപ്രവർത്തകൻ. അദ്ദേഹത്തെ വാഹനം ഇടിച്ച്, മദ്യപിച്ച്, ലഹരി ഉപയോഗിച്ച് വാഹനം ഇടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. 2019 ആഗസ്റ്റ് 3-നാണ് ആ നാടിനെ നടുക്കിയ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകരെ നടുക്കിയ ആ സംഭവം നടക്കുന്നത്. ആ കൊലയ്ക്ക് ശേഷം ഒരു ഡോക്ടർ കൂടിയാണ് അദ്ദേഹത്തിന് മാനുഷികമായി ഒരാളെ ഈ ഒരു അപകടത്തിന് ശേഷം ആശുപത്രിയിൽ എത്തിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടില്ല. അദ്ദേഹം അവിടെ നിന്ന് വിട്ടുപോയി. മാത്രമല്ല, മദ്യപിച്ചിരുന്നു എന്ന കാര്യം തെളിയിക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുന്നു. പോലീസിന്റെ അറസ്റ്റ് വൈകിപ്പിക്കുന്നതിന് മണിക്കൂറുകൾ വൈകിപ്പിക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ രക്തപരിശോധനയിൽ നിന്ന് മദ്യത്തിന്റെ അളവ് രക്തത്തിൽ നിന്ന് ലഭിക്കാതിരിക്കാനുള്ള എല്ലാവിധ ചികിത്സയും പൂർത്തീകരിച്ച ശേഷമാണ് തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് അദ്ദേഹത്തെ അറസ്റ്റും മറ്റ് നടപടികളിലേക്ക് പോകുന്നത്. ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് അന്നത്തെ സിവിൽ സർവീസിലെ ചില ഉദ്യോഗസ്ഥരുടെ ഒത്താശ ഉണ്ടായിരുന്നു എന്ന പ്രതിഷേധം ഉണ്ടായിരുന്നു. വ്യക്തിപരമായ ഒരു കാര്യം കൂടി ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അന്ന് ഈ 2019 ആഗസ്റ്റ് 3-ന് പുലർച്ചെ ആണ് ഈ സംഭവം നടക്കുന്നത്. അന്ന് 1 മണിക്കാണ് ഈ സംഭവം അപകടം നടക്കുന്നത്. അന്ന് ഞാൻ തിരുവനന്തപുരത്ത് ഡെസ്കിലെ ഡ്യൂട്ടി കഴിഞ്ഞ് 12:45-ന് അവിടെ ആ ഭാഗം കടന്നു പോകുന്നു. കൃത്യം 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പബ്ലിക് ഓഫീസറിന്റെ മുന്നിൽ വെച്ചിട്ട് മ്യൂസിയം വളപ്പിലേക്ക് KM ബഷീറിന്റെ വാഹനത്തെ ഇടിച്ച് മതിൽ പൊളിച്ച് അകത്തേക്ക് കയറ്റി വെങ്കിട്ടരാമൻ കൊലപ്പെടുത്തി എന്ന് തന്നെ പറയാം. അത്രയ്ക്ക് വ്യക്തിപരമായി വൈകാര്യമായി തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകർക്ക് അത്രയേറെ അടുപ്പമുള്ള ചെറുപ്പക്കാരനായിരുന്നു KM ബഷീർ. ആ KM ബഷീറിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി UDFന്റെ ഒരു മന്ത്രിക്കൊപ്പം വാർത്താ സമ്മേളനത്തിൽ മീഡിയ റൂമിൽ തന്നെ കയറിയിരുന്നു എന്നതാണ് ഒരു വൈകാരികമായി കൂടി മാധ്യമപ്രവർത്തകരെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. സ്വാഭാവികമായി അതിന്റെ പ്രതിഷേധമുണ്ടായി. ആദ്യഘട്ടത്തിൽ ടി സിദ്ദിഖ് ന്യായീകരിക്കാൻ ശ്രമിച്ചു. ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കട്ടെ, വിഷയം പറയട്ടെ എന്ന തരത്തിൽ ന്യായീകരണം നടത്തി. പക്ഷെ മാധ്യമപ്രവർത്തകർ തങ്ങളും ബഹിഷ്കരിക്കുകയാണ് എന്ന തരത്തിലുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ചതിന്റെ
പേരിലാണ് അദ്ദേഹത്തിന് തുടരാൻ കഴിയാത്തത്. തുടർന്ന് ആ ശ്രീറാം വെങ്കിട്ടരാമൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ആ കേസിന്റെ വിചാരണ ഇപ്പോഴും നടക്കുകയാണ്. തിരുവനന്തപുരത്ത് 1ാം അഡീഷണൽ സെഷൻസ് കോടതിയിൽ അതിന്റെ വിചാരണ തുടരുന്നു. ഈ ശ്രീറാം വെങ്കിട്ടരാമനാണ് കേസിൽ ഏക പ്രതി. അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന വഫാ ഫിറോസിനെ കോടതി കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. മദ്യപിച്ച ശേഷം വാഹനം ഓടിച്ച് വരികയായിരുന്നു. ശരി നിർഭനാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.